ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ സാലറി പാക്കേജ് കുറവാണ്, കുറെ വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു, എന്നാൽ സാലറി എനിക്ക് വളരെ കുറവാണ് എന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ. കാര്യം 1,00,000 രൂപ വരെ, 1,00,000 മാത്രമല്ല കേട്ടോ, 2,00,000 രൂപ വരെ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജോലിനെ കുറിച്ചിട്ടാണ് ജോലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്വാളിഫിക്കേഷൻ എന്താണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, സിലബസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയുള്ള ഓരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ് എന്നുള്ള കാര്യം ഞാൻ പറയാം. നമ്മുടെ ചാനലിന്റെ പേര് ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമ്മൾ ഡെയിലി നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ചാനൽ നോക്കി നിങ്ങൾക്ക് കാണാം എല്ലാ കാര്യങ്ങളും. ഏതൊക്കെ ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞവരാണെന്ന് വിചാരിക്കുക, അവർക്കുള്ള ജോലികൾ നമുക്കുണ്ട്. 10th കഴിഞ്ഞവരാണെങ്കിൽ അവർക്കുള്ള ജോലികൾ, 15 വയസ്സ് തുടങ്ങി ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്കുള്ള ജോലി സാധ്യതകളെ കുറിച്ച് നമ്മൾ ഇതിൽ എടുക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, അതുപോലെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ല, ഇനി പഠിക്കാൻ താല്പര്യമുള്ളവരാണ്, എനിക്ക് ഇനിയും പഠിക്കണം, ഇനിയും എനിക്ക് അക്കാദമിക് ആയിട്ട് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ളവർക്കാണെങ്കിൽ അവർക്കുള്ള വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? ബിക്കോസ് നമ്മൾ ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് EMRS റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പറയാനാണ്. EMRS എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ അധ്യാപക അനധ്യാപക തസ്തികകളിലായിട്ട് 7,267 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളില് അത് 2,00,000 രൂപ ഒരു സാലറി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 7,267 വാക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് 7,267 vacancies for teaching and non-teaching posts in Eklavya Model Residential Schools under Delhi National Enclave for Tribal Students. അതിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതായത് ഡൽഹി നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസിന്, അതിന് കീഴിലെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അധ്യാപക അനധ്യാപക തസ്തികകളായിട്ട് 7,267 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനമായിരിക്കും കേട്ടോ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 23 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. 23 വരെ എന്താ പറയാ, നീട്ടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വേഗം ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. www.nest.tribal.gov.in എന്നുള്ള വെബ്സൈറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ 23 വരെ സമയം ഉണ്ടെന്നുകൊണ്ട് ലേറ്റ് ആക്കരുത്, ഇന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യുക. ഡൽഹിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അതല്ല ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഹൈ സാലറി പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ, അതല്ല എനിക്ക് നോൺ ടീച്ചിങ് ഫീൽഡ് ആണ് ഇഷ്ടമുള്ളവരെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു വാക്കൻസീസ് ആണ് EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 7,267 വാക്കൻസീസ്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ ഒഴിവുകളാണ് എവിടെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ TGT ആണ്. ഒഴിവുകൾ TGTയിൽ 3,962 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ PGT ആണ്, 1,460 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഹോസ്റ്റൽ വാർഡൻ ആണ്, 635 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ എത്ര വാക്കൻസീസ് ആണ് നോക്കിക്കേ, എല്ലാം 500+ ആണ്. നാലാമത്തെ ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ആണ്, 550 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഞ്ചാമത്തെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ആണ്, 228 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആറാമത്തെ പ്രിൻസിപ്പൽ ആണ്, 225 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏഴാമത്തെ ലാബ് അറ്റൻഡന്റ് ആണ്, 146 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എട്ടാമത്തെ അക്കൗണ്ടന്റ് ആണ്, 61 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ TGT, PGT, ഹോസ്റ്റൽ വാർഡൻ, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, പ്രിൻസിപ്പൽ,
ലാബ് അറ്റൻഡന്റ്, അക്കൗണ്ടന്റ് തുടങ്ങി 8ഓളം തസ്തികകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഓരോന്നിലും ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഏറ്റവും കുറവ് എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ TGT 3962 വേക്കൻസീസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നിന്റെയും ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ഏറ്റവും ഹൈ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം പ്രിൻസിപ്പളിനായിരിക്കും അല്ലെ. PG വേണം, BEd വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, PhD വേണമെന്ന് പറഞ്ഞിട്ടില്ല. നോക്കിക്കേ, 12 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 50 വയസ്സാണ്. സാലറി കണ്ടോ, 78,800 രൂപയാണ് സ്റ്റാർട്ടിങ്. 2 ലക്ഷം രൂപ വരെ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് പ്രിൻസിപ്പൽ ഫീൽഡ്. PG വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, 12 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് PGT-യിലാണ് തോന്നുന്നു, അല്ല TGT-യിലാണ് അല്ലെ. PGT-യിൽ 1460 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, കൊമേഴ്സ്, എക്കണോമിക്സ്, റീജിയണൽ ലാംഗ്വേജ്, ഇത്രയും ആണ് ലാംഗ്വേജസുകൾ വരുന്നത്. ഇതിൽ വേണ്ടത് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്റഗ്രേറ്റ് PG വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്റഗ്രേറ്റ് PG ഇൻ കൺസേൺ സബ്ജക്ട് BEd അല്ലെങ്കിൽ MEd വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. BEd അല്ലെങ്കിൽ MEd പറഞ്ഞിട്ടുള്ളൂ, രണ്ടും നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. MEd വേണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. BEd അല്ലെങ്കിൽ MEd കേട്ടോ. BEd എടുത്ത എന്തായാലും MEd എടുത്തവരാണെങ്കിൽ പോവാം, BEd ഉള്ളവർക്ക് മാത്രമാണെങ്കിലും അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, ഏജ് ലിമിറ്റ് 40 വയസ്സാണ്. സാലറി പാക്കേജ് കണ്ടോ, സ്റ്റാർട്ടിംഗ് തന്നെ 47,600 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1,51,100 രൂപ വരെയാണ് എന്ത് സാലറി പാക്കേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് TGT ആണ്. 4 വർഷത്തെ 4 years integrated degree in the relevant subject or PG, MEd or ആണ് പറഞ്ഞിട്ടുള്ളത്. ഇന്റഗ്രേറ്റഡ് ഡിഗ്രി മതിയാകും. TGT-യിലാണ് ഏറ്റവും കൂടുതൽ. ബന്ധപ്പെട്ട വിഷയത്തിൽ 4 വർഷം ഇന്റഗ്രേറ്റഡ് ബിരുദം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ PG, BEd, MEd ആണ് പറഞ്ഞത്. CTET ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് ഉണ്ട്, 35 വയസ്സാണ്. സാലറി സ്റ്റാർട്ടിംഗ് സാലറി 44,900 ടു 1,42,400 രൂപ വരെയാണ് സാലറി സ്കെയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം 1 ലക്ഷം കഴിഞ്ഞുള്ള സാലറിയാണ്. പ്രിൻസിപ്പൽ ആണെങ്കിൽ 2 ലക്ഷം കഴിഞ്ഞുള്ള സാലറി. മാക്സിമം സാലറി അത്രയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിഗ്രി മാത്രം മതി അല്ലെ. PGT-യിലും ഡിഗ്രി മാത്രം മതി, TGT-യിലും ഡിഗ്രി മതി, ഇല്ലെങ്കിൽ PG അല്ലെങ്കിൽ BEd അല്ലെങ്കിൽ MEd എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. അപ്പൊ TGT-യിൽ എത്രയെന്നറിയോ, എത്രയാ പറഞ്ഞേ, 3,962 വാക്കൻസീസ് TGT-യിൽ ഉണ്ടെന്ന് പറഞ്ഞു. PGT-യിൽ എത്രയാണ്, PGT-യിൽ 1,460 വാക്കൻസീസ് PGT-യിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി പ്രിൻസിപ്പളിന് എത്ര വാക്കൻസീസാ, 225 വാക്കൻസീസ് പ്രിൻസിപ്പൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഏതാണ്, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് ആണ് കേട്ടോ. BSc നഴ്സിംഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബാറിലെ കൊടുത്തിട്ടുണ്ട് BSc നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് റെഗുലർ, പോസ്റ്റ് BSc നഴ്സിംഗ്, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എക്സ്പീരിയൻസ് വേണം. ബാക്കി ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, PGT-യിൽ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടില്ല, TGT-യിലും എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഫീമെയിൽ സ്റ്റാഫ് നഴ്സിൽ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് എക്സ്പീരിയൻസ്, അതായത് സ്റ്റേറ്റ് നാഷണൽ കൗൺസിൽ രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ 50 ബെഡുള്ള ഹോസ്പിറ്റലിൽ 2.5 വർഷം പരിചയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ഉണ്ട്, 35 വയസ്സാണ് ഏജ് ലിമിറ്റ്. സാലറി വന്നിട്ട് 29,200 രൂപ തൊട്ട് 92,300 രൂപ വരെയാണ് സാലറി പാക്കേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടും ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടും സാലറി കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് അല്ലെ. അടുത്തത് ഹോസ്റ്റൽ വാർഡൻ ആണ്. 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. 4 വർഷത്തെ എക്സ്പീരിയൻസ് അല്ല, സോറി 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ബിരുദം അല്ലെങ്കിൽ ബിരുദമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എന്നൊരു ഓപ്ഷൻ വന്നാൽ അറിയാലോ, രണ്ടും വേണം എന്നല്ല അല്ലെ, അല്ലെങ്കിൽ എന്നൊരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പൊ രണ്ടും വേണോ, വേണ്ട. 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ആവശ്യം. ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ, എല്ലാത്തിനും ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് പ്രിൻസിപ്പലിനാണ്. അതുപോലെ തന്നെ 40, ബാക്കിയൊക്കെ 40, 35 ആ ഒരു റേഞ്ചിലാണ്. ഹോസ്റ്റൽ വാർഡന് 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ആവശ്യം. ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. സാലറി വന്നിട്ട് 29,200 ടു 92,300. അതായത് ഹോസ്റ്റൽ വാർഡനും അതുപോലെ തന്നെ ഫീമെയിൽ സ്റ്റാഫ് നഴ്സിനും ഏകദേശം ഒരേ സാലറി, ഏകദേശം അല്ല ഒരേ സാലറി തന്നെയാണ് അല്ലെ. അടുത്തത് അക്കൗണ്ടന്റ് കൊമേഴ്സ് ഡിഗ്രി ആണ് വേണ്ടത്. ഡിഗ്രി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. 35,400 രൂപ ടു 1,12,400 രൂപ വരെ അക്കൗണ്ടന്റിന് കിട്ടും കേട്ടോ. ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് കിട്ടുന്നതായിരിക്കും. ഡിഗ്രി മാത്രം മതി. ഓക്കെ, ഡിഗ്രി മാത്രം മതി. ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. സോ ഫീമെയിൽ സ്റ്റാഫ് നഴ്സിന് എത്ര വേക്കൻസീസ് എന്നുള്ള കാര്യം മറന്നുപോയോ, 550 വേക്കൻസീസ് ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ, നേരിട്ടുള്ള നിയമനാണ്.
എന്താ പറഞ്ഞത് 550 വേക്കൻസീസ് ഉണ്ട്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അത് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ, നമ്മൾ പറയാം. അതുപോലെ തന്നെ ലാബ് അറ്റൻഡന്റിന് എത്ര വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത്? 146 വേക്കൻസീസ്. അത് അതിൽ അടുത്തതിൽ വരും, നമുക്ക് നോക്കാം. അത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ എത്ര വേക്കൻസീസ് ആണ്? ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ എത്ര വേക്കൻസീസ് ആണ്? 228 വേക്കൻസീസ് ആണ്. അതിൽ +2 മതി. +2 ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് സാലറി നോക്കിക്കേ, 63,200 രൂപ വരെ സാലറി കിട്ടും. അതാണ്, +2 മാത്രം മതി. ടൈപ്പിംഗ് സ്പീഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 35 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് 30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി. അത് മാത്രം ഒരു പ്രശ്നമായിട്ട് വരും അല്ലെ. ടൈപ്പിംഗ് സ്പീഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 30 ആണ്. അതായത് എന്താണ് നമ്മളിപ്പോ പറഞ്ഞത്? അക്കൗണ്ടന്റ് പറഞ്ഞു, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് +2 ചെയ്യാം. ഇംഗ്ലീഷിൽ മിനിറ്റിൽ 35 വാക്കും ഹിന്ദിയിലെ മിനിറ്റിൽ 30 വാക്കും ടൈപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 19,900 to 63,200 രൂപ വരെയാണ് സാലറി പാക്കേജ് വന്നിട്ടുള്ളത്. ലാബ് അറ്റൻഡന്റ് 10ാം ക്ലാസ് മതി. അപ്പൊ 10ാം ക്ലാസ് തൊട്ട് PG വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലേണിനും അങ്ങനത്തെ, അതായത് എല്ലാവർക്കും ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ. 10 കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് ഉപകാരപ്പെടും, +2 കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് ഉപകാരപ്പെടും, PG കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ ലാബ് അറ്റൻഡന്റ്, സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക് ഓർ +2 സയൻസ്, +2 സയൻസ് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല, ഇനി ഞാൻ സയൻസ് പഠിച്ചിട്ടില്ല, എനിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 10th ക്ലാസ് പാസ് സർട്ടിഫിക്കറ്റ് ആണ്. ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക് ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. 18,000 തുടങ്ങുന്നുണ്ട്. 56,900 രൂപ വരെയാണ് സാലറി. 57 കൊടുത്തുകൂടെ മുഴുവനായിട്ട്? 56,900 രൂപ വരെ എന്തുണ്ട്? സാലറി അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ മനസ്സിലായല്ലോ എത്രയാണ്? 8 ട്രേഡുകളാണ്. TGT, PGT, ഹോസ്റ്റൽ വാർഡൻ, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പ്രിൻസിപ്പൽ, ലാബ് അറ്റൻഡന്റ്, അക്കൗണ്ടന്റ്. എത്ര ഒഴിവുകളാണ് വന്നിട്ടുള്ളത്? ഓരോ ഒഴിവുകളിലും ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് TGT ആണ്. 3,962 വേക്കൻസീസ്. PGT 1,460 വേക്കൻസീസ്. പിന്നെ ഹോസ്റ്റൽ വാർഡൻ 635 വേക്കൻസീസ്. ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് 550 വേക്കൻസീസ്. ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് 228 വേക്കൻസീസ്. അതിൽ +2 മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. +2 മാത്രം മതി എന്നാണ്. അടുത്തത് ലാബ് അറ്റൻഡന്റ് ആണ്. ലാബ് അറ്റൻഡന്റ് 146 വേക്കൻസീസ്. 10ാം ക്ലാസ് മാത്രം മതി. +2 സയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമയാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. 18,000 to 56,900 രൂപ വരെയാണ് സാലറി സ്കെയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫീസിന്റെ കാര്യങ്ങളാണ്. ഇനി അപ്ലൈ ചെയ്യണം നമ്മൾ പറഞ്ഞു, ഓൺലൈനിൽ തന്നെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ എന്നൊരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് 2,000 രൂപയാണ്. PGT 1,500, അതർ പോസ്റ്റ് 1,000 രൂപ. ഇനി മറ്റുള്ള തസ്തികൾ 1,000 രൂപ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കണം. ഇനി SC ST ഭിന്നശേഷിക്കാർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം ഫീസ് ഉണ്ടായിരിക്കും. പക്ഷെ ബാക്കി നമ്മൾ പല എക്സാമ്പിൾ പറയുമ്പോൾ സ്ത്രീകൾക്ക് ഫീസ് ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതില് ഫീസ് ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. പിന്നെ there is no fee for scheduled caste and differently abled persons. നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് നമ്മൾ ഡെയിലി ഇടാറുണ്ട്. അപ്പോൾ എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.